പശ്ചിമേഷ്യയിൽ ആശ്വാസം. ഇറാൻ-ഇസ്രായേൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു. ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. വെടിനിർത്തൽ ഇറാനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്നും PJ അരുൺ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, പശ്ചിമേഷ്യ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി, ദിവസങ്ങളായി അശാന്തിയിലായിരുന്നു, യുദ്ധസമാനമായ സാഹചര്യത്തിലായിരുന്നു. നിരവധി പേരെ ബാധിക്കപ്പെട്ട ഈ യുദ്ധം സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ, സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം വരുന്നത് ഏത് രീതിയിലാണ്? ഇസ്രായേൽ ഇതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു? വിലിഷ, ഇതിൽ ആദ്യമായി ഒരു ഔദ്യോഗിക പ്രതികരണം വന്നത് ഇസ്രായേൽ പ്രസിഡൻ്റായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയാണ്. അദ്ദേഹം പറഞ്ഞത് ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ സംബന്ധിച്ച ട്രംപിൻ്റെ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് നെതന്യാഹു ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ രാഷ്ട്രീയ അവസ്ഥ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ആശയം, അല്ലെങ്കിൽ ആ ഒരു ചർച്ചയ്ക്ക് മുന്നോട്ട് വെച്ചത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഡൊണാൾഡ് ട്രംപാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കരാർ, ഒരു സമാധാന കരാർ മുന്നോട്ട് വയ്ക്കണം, ഈ രാജ്യങ്ങൾ സമാധാനത്തിലേക്കുള്ള പാതയിലേക്കുള്ള ചർച്ചയ്ക്ക് തുടക്കമിടണം എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചത്. പക്ഷേ ഈ ഒരു നിർദ്ദേശത്തെ ഇറാൻ കൃത്യമായി തള്ളുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇറാൻ എന്ന് പറയുന്ന ഒരു പരമാധികാര രാജ്യമാണ്, അതിൽ അമേരിക്ക ഇടപെടേണ്ടതില്ല എന്നുള്ള ഒരു കൃത്യമായ ഒരു തിരിച്ചടി, അല്ലെങ്കിൽ ആ ഒരു മറുപടിയാണ് ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയത്. ഇറാൻ ഇതിൻ്റെ ഒരു തുടർച്ച എന്നോണം പല രാജ്യങ്ങളിൽ, കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ അമേരിക്ക കൈവശമാക്കി വെച്ചിരിക്കുന്ന വ്യോമത്താവളങ്ങളുമുണ്ട്. അവർ ആ വ്യോമത്താവളങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇറാനിലേക്ക് അമേരിക്ക വ്യോമാക്രമണം നടത്തിയതും. ആ വ്യോമത്താവളങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. കൂടാതെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ തെൽ അവീവിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിലും വ്യോമാക്രമണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ അൽ ജസീറ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമുണ്ട്. ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 4 പേർ മരിച്ചു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം തന്നിരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവാണ്. ഇസ്രായേലിൻ്റെ ഭരണാധികാരിയായ ബെഞ്ചമിൻ നെതന്യാഹു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായ വിശദീകരണം നടത്തുന്നുണ്ട്. ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെങ്കിലും വെടിനിർത്തൽ പ്രക്രിയയിലേക്ക് ഇസ്രായേൽ പോകുന്നു. ഈ ഒരു വെടിനിർത്തൽ കരാർ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച ഈ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറാനുമായുള്ള ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോസിറ്റീവ് ദിശയോടുകൂടി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്.